പാലരുവി എക്സ്പ്രസ് ട്രെയിനിൽ 6 വയസ്സുകാരിക്ക് പീഡനം. പ്രതിയെ പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പുനലൂരിൽ നിന്നും ചെങ്കോട്ടയിലേക്കുള്ള യാത്രാമധ്യേയാണ് 6 വയസ്സുകാരിക്ക് പീഡനം നേരിടേണ്ടി വന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൊല്ലം അയത്തിൽ സ്വദേശി 40 വയസ്സുള്ള സാനിഷാണ് പുനലൂർ പോലീസിന്റെ പിടിയിലായത്. തമിഴ്നാട്ടിൽ നിന്നും മുത്തശ്ശനോടൊപ്പം കേരളത്തിൽ തീർത്ഥാടനത്തിനായി എത്തിയതായിരുന്നു പെൺകുട്ടി. തിരികെ പാലരുവി എക്സ്പ്രസിൽ പോകുന്നതിനിടെയാണ് ഉറങ്ങിക്കിടക്കുകയായിരുന്ന പെൺകുട്ടിയെ പ്രതി സാനിഷ് എടുത്തുകൊണ്ടുപോയി പീഡിപ്പിച്ചത്. കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന മറ്റൊരു യാത്രികൻ ഇത് കാണുകയും തെളിവിനായി വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തു. അതിനുശേഷം പോലീസിനെ അറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം കേരളത്തിലേക്ക് തീർത്ഥാടന യാത്ര നടത്തിയ തമിഴ് കുടുംബത്തിലെ 6 വയസ്സുള്ള പെൺകുട്ടിയെ ക്രൂരമായ ലൈംഗികാതിക്രമത്തിനിരയാക്കിയ 40 വയസ്സുള്ള കൊല്ലം സ്വദേശിയായ സാനിഷ് എന്നയാളെ പുനലൂർ റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തുടർന്നുള്ള നിയമ നടപടികൾക്ക് ശേഷം ഇയാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവർ തെങ്കാശിയിൽ നിന്ന് കേരളത്തിലേക്ക് എടത്തുവ പള്ളിയിലേക്ക് തീർത്ഥാടന യാത്രയ്ക്ക് വന്നതാണ്. തുടർന്ന് തിരിച്ച് തിരുവല്ലയിൽ നിന്ന് തെങ്കാശിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. പാലരുവി എക്സ്പ്രസ്സിലായിരുന്നു. വെളുപ്പിന് 1:30-ക്കായിരുന്നു ഈ സംഭവം നടക്കുന്നത്. കുട്ടി ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു. ജനറൽ കമ്പാർട്ട്മെന്റിൽ നിലത്ത് ഉറങ്ങിക്കിടക്കായിരുന്നു. അപ്പൂപ്പന്റെ കൂടെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഇയാൾ ആംഗിൾ തൊട്ടടുത്ത് വന്ന് എടുത്തിട്ട് അയാളുടെ സീറ്റിലേക്ക് പോവുകയും ഈ കുട്ടിയെ ക്രൂരമായ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുകയും ചെയ്തു. ഇത് തൊട്ടടുത്ത സീറ്റിൽ യാത്ര ചെയ്തിരുന്ന ഒരു സ്ത്രീ കണ്ടു. അവർ അത് ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, അങ്ങനെയാണ് പോലീസിലേക്ക് വിവരം അറിയിക്കുന്നതും പോലീസ് ഇയാളെ കസ്റ്റഡിക്കുകയും ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇയാൾക്കാണെങ്കിൽ നേരത്തെയും 3 കേസുകളുണ്ട്. സംഭവത്തിന് ദൃക്സാക്ഷിയായ യാത്രക്കാരൻ പ്രതി രക്ഷപ്പെടാതെ തന്ത്രപൂർവ്വം ഇടപെട്ട് പോലീസിൽ അറിയിച്ചതിനാലാണ് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്. പുനലൂർ റെയിൽവേ പോലീസ് സ്റ്റേഷൻ SHO PK പ്രദീപ്, പോലീസ് ഉദ്യോഗസ്ഥരായ പ്രേംകുമാർ, കണ്ണൻ, ഡനേഷ്, രതീഷ്, മുഹമ്മദ് ഷാഫി എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.